ഈ വീട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണുന്ന മാവ് ഇതിന് ടെറസിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. ദൃശ്യം സിനിമയിലെ അൻസിബയുടെ ഡോക്ടറിന്റെ വീടാണിത്. ഇത് നിങ്ങളെ വിസ്മയിപ്പിക്കും 100%. ഏകദേശം ഒരു 12 സൈസുകളുടെ പ്രയർ യൂണിറ്റ് ആണ്. ഇതിൻ്റെ നമ്മൾ കയറി വന്നപ്പോൾ കിച്ചൻ്റെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാം. ചുറ്റിയാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ അതാ ഡോക്ടറിൻ്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടല്ല, ഈ സിനിമയിൽ അവരുടെ വീടായിട്ടാണ് ഈ വീട് കാണിക്കുന്നത്. ഇതെൻ്റെ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവർക്കായിട്ട് ഞാനിത് ഡോക്ടർ ഇൻറ്റീരിയർ അപ്ലോഡ് ചെയ്യുകയാണ്. പലപ്പോഴും പറയുന്നതാണ് ഏറ്റവും മികച്ച വീടുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ളൊരു സംഗതിയാണ്. ഇന്ന് വളരെ സന്തോഷമാണ്. ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള അജിത്താണ്. അജിത്ത് ഒരു അർബൻ ഡിസൈനറാണ്. AJV ആർക്കിടെക്ട്സ് തൊടുപുഴ. അദ്ദേഹമാണ് എനിക്ക് ഈ പ്രൊജക്റ്റ് തന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ പലപ്പോഴും പറയേണ്ട നല്ല പ്രൊജക്റ്റുകൾ എനിക്ക് തരണം എന്ന് പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം തൊടുപുഴയിൽ നമ്മുടെ ടിനു ദമ്പതികളുടെ വീട് എനിക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഇത് നിങ്ങളെ വിസ്മയിപ്പിക്കും 100%. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് 24 സെൻറ്റ് സ്ഥലമാണ്. 24.7 സെൻറ്റാണ് ഈ സ്ഥലം വരുന്നത്. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 3430 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. അതിൽ തന്നെ 4 BHK 4 ബെഡ്റൂം വീടാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ഗ്രാസ് പേവേഴ്സാണ്. ഇത് നാച്ചുറൽ ഗ്രാസാണ്. ഈ വീടിനുള്ളിൽ മുഴുവൻ നാച്ചുറൽ ഗ്രാസാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാസ് പേവേഴ്സ് വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ 2x1 സൈസിലുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് കൊടുത്തൊരു നടപ്പാത പോലെ ഇത് ചെല്ലുന്നത് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലോട്ടുണ്ട്. ഗ്യാസൊക്കെ വെക്കാനായിട്ട് അവർക്ക് അങ്ങോട്ട് നടന്നു ചെല്ലാം. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഗാർഡൻസ് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് ചെയ്യപ്പെട്ട ഗാർഡൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതിൽ നിന്ന് വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിന് ഡിസൈൻ സിമിട്രി എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ മോഡേൺ ഡിസൈനാണ്. ഇവർ നമ്മുടെ നാട്ടിൽ നിന്നല്ല, വെളി രാജ്യങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മുടെ അജിത്തിനോട് പറഞ്ഞു. അജിത്ത് അത് കൃത്യമായിട്ട് നമ്മുടെ നാടിന് അത് യോജിക്കത്തക്ക രീതിയിൽ, അതായത് മഴ വെയിലൊക്കെ വരുമ്പോൾ അതിന് യോജിക്കത്തക്ക രീതിയിൽ പ്രധാനമായിട്ടും വിൻഡ് ഡയറക്ഷൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടാണ് അജിത്ത് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ പൊറോത്തയം ബ്രിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. പൊറോത്തയം ബ്രിക്കിൻ്റെ ഒരു വലയം ചെയ്തിരിക്കുന്നു. താഴെ കരിങ്കല്ലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന പൊറോത്തയം ബ്രിക്സിലല്ല, നമ്മുടെ സിമൻറ്റ് കട്ട തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പൊറോത്തയം ബ്രിക്സ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. വൈറ്റ് ഗ്രേ എന്നുള്ള കോമ്പിനേഷനാണ് എല്ലായിടത്തും പോയിരിക്കുന്നത്. ഡിസൈൻ സിമിട്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവർ വെളി രാജ്യങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു അൾട്രാ മോഡേൺ, കോണ്ടംപററി എന്ന് പോലുമല്ല, അൾട്രാ മോഡേൺ ഡിസൈനാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അകത്ത് വേറെ ലെവൽ സാധനങ്ങളുണ്ട്. നമ്മുടെ വീഡിയോസിൽ പലതിലും പറഞ്ഞിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവർ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കാർ പോർച്ചിലേക്ക് വരാം. ഇതാണ് പോർച്ച് ഏരിയ. കാർ പോർച്ച് എന്ന് പറയുമ്പോൾ ഒരു കാറും അതുപോലെ ഒരു ബൈക്കും അത് നിർത്താനായിട്ടുള്ളൊരു സ്ഥലമേ അവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതവർ കണ്ടെത്തിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. കാർ പോർച്ചിൻ്റെ ബാക്കിലും നമ്മുടെ പൊറോത്തയം ബ്രിക്സിൻ്റെ എലമെൻറ്റ് കാണാം. ഇതിനകത്ത് ഈ വീടിനുള്ളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഭിത്തി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കും ടെക്സ്ചർ പോലെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വരേണ്ടത് ഇവരുടെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഒരു L ഷേപ്പ് സിറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ടൈൽസാണ്, ഫ്ലോർ ടൈൽസ് GVT. അത് നമ്മുടെ ഗ്രേ ഫിനിഷ് ടൈൽ ചെയ്തിരിക്കുന്നത്. അത് 4x2 സൈസിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് സ്റ്റെപ്സിലുള്ള സാധാരണ എല്ലാവരും ഗ്രാനൈറ്റൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇവരിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈലാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള എലമെൻറ്റ് ജനാലയാണ്. ഈ വീടിനൊരു പ്രത്യേകത, ഇത് വുഡ് ഫ്രീ ആണ് കേട്ടോ. ഈ വീട് പൂർണ്ണമായിട്ടും വുഡ് ഫ്രീ ആയിട്ട് ചെയ്തിരിക്കുന്നു. ജനാലകളെല്ലാം തന്നെ UPVC ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് വിൻഡോസ് ധാരാളമുണ്ട്. ഇവിടെയും ഒരു ഫിക്സഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയിനകത്തോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ്റിയോ പോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇത് ചെയ്തിരിക്കുന്ന WPCയിലാണ്. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ വന്നിട്ടുണ്ട്. ഇത് WPC 3 ഷീറ്റുകൾ പ്രസ് ചെയ്ത് അവർ CNC കട്ട് ചെയ്ത് കർവ് ചെയ്തെടുത്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു WPC ഡോറാണ് ചെയ്തിരിക്കുന്നത്. അത് 100 സെൻറ്റിമീറ്റർ അതുപോലെ 205 ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇനി ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. PU പെയിൻറ്റ്, വൈറ്റ് PU പെയിൻറ്റ് അടിച്ചാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ഗ്രേ ആണ് മൊത്തമുള്ള എലമെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് PU പെയിൻറ്റാണ് നമ്മുടെ ഡോറിൽ ചെയ്തിരിക്കുന്നത്. അത് വിത്ത് ഓട്ടോമാറ്റിക് ലോക്ക് സഹിതം കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തോട്ട് കയറാം.
അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് വരാം. ഗ്ലോസി ടൈലാണ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഒരേ ടൈപ്പ് ടൈല് കൊടുത്തിരിക്കുന്നു. അത് 4x2 സൈസ് ഗ്ലോസി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പം തന്നെ നമുക്കിവിടെ ഒരു കോർണർ സോഫ എന്നല്ല, ഒരു സി ഷേപ്പ് സോഫയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ഒരു ഗ്രേ എലമെൻറ്റ് കൃത്യമായിട്ട് ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സോഫ എന്ന് കഴിഞ്ഞ് നമുക്ക് നേരെ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സൈസായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ അല്ല. ഏകദേശം ഒരു 12 സൈസിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വരുമ്പോഴത്തേക്കും സെൻട്രൽ ടേബിൾ ഇതിന് ചെയ്തിരിക്കുന്ന ജിയുടെ എലമെൻറ്റ് വിത്ത് മറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. റഗ് കൊടുത്തിട്ടുണ്ട് നടുക്ക് കൂടെ. ഇവിടെ ഞാൻ ആദ്യം വെളിയിൽ നിന്ന് പറഞ്ഞിരുന്നു ക്രോസ് വെൻറ്റിലേഷൻസ് 4 സൈഡിൽ കൂടെ, ഇവിടെ 3 സൈഡാണ് ഉള്ളത്. 3 സൈഡിൽ കൂടെ വെൻറ്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവിടെ അതുപോലെ ഇവിടെ എയർ പാസേജ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എയർ പാസേജ് ഇട്ടിട്ടുണ്ട്. എയർ പാസേജ് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പം പോലും എയർ നമുക്ക് ഉള്ളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. വിൻഡോസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞിരുന്നു. എല്ലാം തന്നെ UPVC വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ റിസസ്സായിട്ട് ഒരു ഏരിയ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ആ ഏരിയ ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് ആ ഏരിയ കുറച്ചുകൂടെ വിസ്താരമായിട്ട് തോന്നാനായിട്ടാണ് ഇവിടെ ഈ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുമ്പോഴത്തേക്കും നോർമലി റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്ലക്ഷൻ വരുമ്പോഴത്തേക്കും ആ ഏരിയ വലുതായിട്ട് നമുക്ക് തോന്നും. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ വരേണ്ടത് ഇവിടുത്തെ റൂഫിങ്ങിലേക്കാണ്. ഇവിടെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ജിപ്സം സീലിംഗ് ആണ് പോയിരിക്കുന്നത്. ജിപ്സം സീലിങ്ങിൻ്റെ 4 സൈഡിലുമായിട്ട് ലൈറ്റ് കാണാത്ത രീതിയിൽ ചെയ്യാനായിട്ട് COB ലൈറ്റ്, കോബി ലൈറ്റുകൾ എന്ന് പറയും, COB ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടൊരു സ്പോട്ട് ലൈറ്റും പോയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമുക്ക് നേരെ വരേണ്ടത് ഒരു എന്ത് ഏരിയ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കേട്ടതിന് ശേഷം മാത്രം ആലോചിക്കുക. ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവരുടെ പ്രയർ യൂണിറ്റാണ്. പ്രയർ യൂണിറ്റിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മറൈൻ പ്ലൈവുഡിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഈ 2 സൈഡിലും നമ്മുടെ നാച്ചുറൽ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള പാറ്റിയോ നമുക്ക് കാണാൻ സാധിക്കും. ആ പാറ്റിയോ ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അതേസമയം സ്കൈലൈറ്റ് വെളിയിലോട്ട് വരത്തക്ക രീതിയിൽ ഗ്ലാസ് കൊടുത്ത് ജിയുടെ എലമെൻറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്നും നമുക്ക് എയർ പാസേജിന് വേണ്ടിയിട്ട് വെൻറ്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ലൂവേഴ്സ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് വരാം. ഇതിൻ്റെ നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ടാണിത്. ഇതൊരു ഓപ്പൺ പാറ്റിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ എയർ പാസേജിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു. ഈ പൊറോത്തയം ബ്രിക്സ് ആണ് ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചത്. ഇത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ഒരു പൊറോത്തയം ബ്രിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നേരെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ജിയുടെ എലമെൻ്റാണ് ചെയ്തിരിക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണഗതിയിൽ മഴവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ വെളിയിലോട്ട്, അതായത് താഴേക്ക് പതിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടു. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേ സംഗതി ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. നമ്മൾ അവിടെ എന്തു പറഞ്ഞോ അതേ സാധനമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ബൊള്ളാർഡ് ലൈറ്റ്സൊക്കെ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാംബൂസിൻ്റെ എലമെൻറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഇങ്ങോട്ട് വരാം. ഇപ്പം നമ്മൾ കണ്ട 2 സ്ഥലം പറഞ്ഞു. അതിൻ്റെ പ്രയർ യൂണിറ്റിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ പാറ്റിയോ ചെയ്തിരിക്കുന്നു. ഈ ഓപ്പൺ പാറ്റിയോ എവിടെയൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളതുകൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് വരുന്നത് 3430 സ്ക്വയർ ഫീറ്റാണ്. 4 BHK ആയിട്ടാണ് വരുന്നത്. 2 ബെഡ്റൂം താഴെയാണ്, 2 ബെഡ്റൂം മുകളിലാണ്. എയർ പാസേജ് എന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട്. ഇവിടെ ഒരു എലമെൻറ്റും ഷോ എലമെൻ്റ് ആയിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പർപ്പസോടെയാണ് അവരെല്ലാ എലമെൻറ്റും ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീലിംഗ്, ഫോൾ സീലിംഗ് ഈ ഒരു ഏരിയയിൽ പോയിട്ടില്ല. കൊടുത്തിരിക്കുന്ന ട്രാക്ക് ലൈറ്റുകൾ മാത്രമാണ്. ഇത് നമുക്ക് പോകേണ്ടത് ഇവരുടെ കിച്ചണിലേക്കാണ്. നോർമലി ലിവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഏരിയയിലോട്ടാണല്ലോ. കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കിച്ചൺ ഏരിയയിലോട്ട് വരുമ്പം തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് കിച്ചൺ, ഡൈനിങ്, ലിവിങ്, അങ്ങനെ ഇവിടെ ഒരു ഫാമിലി ലിവിങ് കൊടുത്തിരിക്കുന്നു. അതും കോർണർ സോഫ സഹിതം. നടുക്ക് സെൻട്രൽ ടേബിൾ വന്നിട്ടുണ്ട്, റഗ് വന്നിട്ടുണ്ട്. അതുപോലെ അവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റും കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ ആ ഒരു പ്രയർ യൂണിറ്റ് കണ്ടില്ലേ, ആ പ്രയർ യൂണിറ്റിൻ്റെ സൈഡിലായിട്ടുള്ള നമ്മൾ കണ്ട ആ ഒരു ഓപ്പൺ പാറ്റിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് നമുക്ക് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പാകത്തിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. അതായത് ഇനി നമുക്ക് കിച്ചൺ ഏരിയയിലോട്ടാണ് പോകേണ്ടത്. ഇവിടുത്തെ ലിവിങ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. കിച്ചൺ ഏരിയയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ.
ഇതൊരു ഓപ്പൺ കിച്ചൺ, അതായത് വെളിരാജ്യങ്ങളിലൊക്കെ ഒരു യൂറോപ്യൻ കോൺസെപ്റ്റിന് പ്രകാരമുള്ളൊരു കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന G7 നാനോ വൈറ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കൗണ്ടർ പോലെ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ വിത്ത് സ്റ്റോറേജ് സഹിതം ചെയ്തിരിക്കുന്നു. ദാ ഈ ഏരിയയിലെല്ലാം തന്നെ ലൈറ്റുകൾ പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഷോക്കേസ് പോലെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇതിനോടൊരു ആവശ്യപ്പെട്ടിരുന്നു, അതനുസരിച്ച് ഇവിടെ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ പ്രത്യേകത കണ്ടോ, ഈ കിച്ചൻ്റെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് വെളിയിലോട്ടൊക്കെ ഇവിടുന്ന് തന്നെ തുറന്നിറങ്ങാൻ പാകത്തിനുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് അവർ സ്റ്റൗ ചെയ്തിരിക്കുന്നത്, അതായത് അടുപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ, അത് സെറാമിക് സിങ്ക് കൊടുത്തിട്ട് അത് ബ്ലാക്ക് ഫോസറ്റ് തന്നെ കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമ്മുടെ PVC ബ്ലൈൻഡ്സ് ആണ്. അതിൻ്റെ വെളിയിലും ആ ഒരു പാറ്റിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഏരിയയിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അക്രലിക് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഡോർസാണ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് പ്ലസ് അക്രലിക് ലാമിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഇനി വരേണ്ടത് ഈ ഒരു കിച്ചൺ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11/10 സൈസിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇവരുടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ ചെയ്തിരിക്കുന്നു. ഇനി ഇവരുടെ ഒരു വർക്കിംഗ് കിച്ചൺ നമുക്ക് കാണാം. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടിടത്ത് എല്ലാം തന്നെ ചെയ്തിരിക്കുന്ന ഗ്ലോസി ടൈൽസ്, നമ്മൾ ആദ്യം കണ്ട ടൈൽ അതേപടി കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടൈലിൽ തന്നെ മാറ്റം വന്നു. ഗ്രേ ടൈൽ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മാറ്റ് ഫിനിഷ്, മാറ്റിൽ തന്നെ ബട്ടർ ഫിനിഷാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ കിച്ചൺ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ വർക്കിംഗ് കിച്ചണാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 16-14 സൈസിലുള്ള വലിയ ഐലൻഡ് കിച്ചണായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് കുക്കിംഗ് ഐലൻഡ് വന്നിരിക്കുന്നത്. അത് ഫേബറിൻ്റെ, ഇത് ഗ്ലെന്നിൻ്റെ, അതായത് അടുപ്പ് ഫേബറിൻ്റെയും നമ്മുടെ ചിമ്മിനി ഗ്ലെന്നിൻ്റെയും കൊടുത്തിരിക്കുന്നു. ഐലൻഡിൽ തന്നെ സ്റ്റോറേജുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് ഇവരിവിടെ താമസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം തുറന്ന് കാണിക്കാത്തത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലാമിനേഷൻ മാറ്റ് ഫിനിഷ് ലാമിനേഷനാണ് വന്നിരിക്കുന്ന. കളർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓവൻ കൊടുത്തിട്ടുണ്ട്, മൈക്രോവേവ് ഓവൻ എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്കും, അത് ഡബിൾ ബോൾ സിങ്ക് പ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഫോസറ്റ് വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്നത് കെൽവിനേറ്ററിൻ്റെ ഡബിൾ ഡോറ് ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജിനുള്ള സ്പേസുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണല്ലോ. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയുടെ സൈസ് 12-13 സൈസിലുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ഡൈനിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ മറൈൻ പ്ലൈവുഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ലാമിനേറ്റ് നല്ല വൃത്തിയായിട്ട് ഗ്രൂ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ലാമിനേറ്റ് ടോപ്പായിട്ടുള്ള കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് വന്നിരിക്കുന്നു. താഴെ എല്ലാം കൊടുത്തിരിക്കുന്നത് GI ആണ്. GIയുടെ ലെഗ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് ഇവിടെ ഇരുന്നാണ് ഡോക്ടർ അൻസിബയെയും മറ്റുള്ളവരെയും കൺസൾട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഷാജോൺ വന്നവരുടെ കഴുത്തിന് പിടിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഇതാണ് ഫാന്. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഗൃഹനാഥ, അദ്ദേഹത്തിന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് മ്യൂസിക്കിന് ആവശ്യമായിട്ടുള്ള സ്പീക്കറുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാചകം ചെയ്യുമ്പോഴുമൊക്കെ മ്യൂസിക് കേട്ടോണ്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പീക്കർ നമ്മുടെ ജിപ്സം സീലിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്കിംഗ് കിച്ചൺ അടക്കമുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏരിയയുടെ സൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് ഇവിടുത്തെ ഒരു കിഡിലൻ ഐറ്റം നിങ്ങൾ കാണാൻ പോകുന്നത്. ഏതൊരു വീടും അത് വ്യത്യസ്തമാകുന്നത് അത് ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ ഐഡിയകളുടെ ഒക്കെ പ്രത്യേകത കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇതാണ് ഇവരുടെ ആ ഒരു പാറ്റിയോ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയ, നമ്മൾ ആദ്യം വെളിയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ആ പൊറോത്ത ബ്രിക്കിൻ്റെ എലമെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. പുറത്ത് ഞാൻ നിന്നിരുന്ന ഏരിയ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ പൊറോത്ത ബ്രിക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇതിനെ ചുറ്റിയാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇതിനും വെറുതെ ഷോ വോൾ നിന്നിട്ട് ചെയ്തിരിക്കുന്നില്ല, നമുക്ക് ആ ഒരു എന്താ പറയുന്നത് വിൻഡ് ഡയറക്ഷൻ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടുത്തെ ഇതെല്ലാം പോയിരിക്കുന്ന പേൾ ഗ്രാസാണ്. അതിൽ തന്നെ ചെമ്പകം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാംബൂസിൻ്റെ എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കിളികൾ ഉൾപ്പെടെയുള്ള സംഗതികൾ അകത്ത് വരുന്നുണ്ട് എന്നാണ് നമ്മുടെ അജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു ഏരിയ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ആ ഒരു പ്രയർ ഏരിയ, ആ പ്രയർ ഏരിയയിലോട്ട് വരെ നീണ്ട് പോകുന്ന രീതിക്കാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അത് ഇവിടെയൊക്കെ ആക്സസബിളാണ്. അതായത് നമ്മൾ കണ്ട നമ്മുടെ പ്രയർ യൂണിറ്റ് ഇല്ലേ, ആ സൈഡിൽ കൂടെയുള്ള എന്താ പറയുക, എല്ലാവരും ഗ്ലാസ് വോള് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനിതാ വാഷ് ബേസിൻ. നമ്മൾ സാധാരണ
ഡൈനിങ് കഴിഞ്ഞ് അടുത്തത് വാഷിംഗ് ഏരിയ ആണ്. വാഷിംഗ് ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻ, താഴെ സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട്. സിംബോളോടെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് റൗണ്ട് മിറർ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. ഇതാണ് ഇവരുടെ കിച്ചൺ, അതുപോലെ ലിവിങ്, ഡൈനിങ് വിത്ത് പാറ്റിയോ. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ടോട്ടൽ ഉള്ളത് 4 ബെഡ്റൂംസാണ്. ആ 4 ബെഡ്റൂംസിൽ 2 ബെഡ്റൂമുകളാണ് താഴെയുള്ളത്. ഇവിടെയൊക്കെ ആ ഒരു എലമെൻറ്റ്സ്, ഒരു പ്രയർ യൂണിറ്റിൻ്റെ പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂമിൻ്റെ ഡോറും WPC തന്നെയാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 സൈസിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. കിങ് സൈസ് കോട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ ഹെഡ് ബോർഡായിട്ട് നമുക്ക് മറൈൻ പ്ലൈവുഡിൽ തന്നെ ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് കൊടുത്ത് ടോട്ടലായിട്ട് ഹെഡ് ബോർഡ് ഇങ്ങനെ നമുക്ക് ആ കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടനുകളെല്ലാം പുകത്തക്ക രീതിയിൽ ഉള്ള ആ ഒരു ഇതുകൂടെ ഇട്ടിട്ടാണ്, അതായത് കർട്ടൻ ഇൻവിസിബിളായിട്ട് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ സോഴ്സ് അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കബോർഡ് വന്നിരിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു വർക്കിംഗ് ഏരിയ പോലെ ചെയ്തിരിക്കുന്നു. ഇവിടെയും ഉണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പാകത്തിനാണ് നമ്മുടെ ഈ പറഞ്ഞ വോളും കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയ നമ്മൾ കണ്ടതായിരുന്നു. നമ്മൾ കയറി വരുമ്പോഴത്തേക്കും പ്രയർ യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഏരിയയില്ലേ, അതാണിത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഈ ഏരിയയിലോട്ട് നമുക്ക് ഇറങ്ങാം. ഇത്ര ഏരിയ, അതായത് ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വെളിയിൽ നമുക്ക് കസേരയിട്ടിരിക്കാം. ഇവിടെ ഇരുന്ന് നമുക്ക് പല പരിപാടികൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു നമുക്ക് എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പാറ്റിയോ എല്ലാ ബെഡ്റൂമുകളോടും ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വളരെ വീതി വിസ്താരമായിട്ടുള്ള ഒരു പ്രൈവറ്റ് പാറ്റിയോ പോലെ ചെയ്തിരിക്കുന്നു. ഇനിയേ നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടുള്ള സാധനം വാർഡ്രോബാണ്. വാർഡ്രോബ് ചെയ്തിരിക്കുന്ന മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ്. നമ്മൾ പറഞ്ഞു ആ ഗ്രേ കളർ ലാമിനേറ്റ് മാറ്റ് ഫിനിഷാണ്. ഇനിയാണ് നമ്മുടെ ബാത്റൂം ഡോർസും ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC ആണ്. നോർമലി ഉള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാത്റൂം ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈല്, അത് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊമോഡുണ്ട്, വാഷ് ബേസിനുണ്ട്, ആക്സറീസ് ഒക്കെ ഉൾപ്പെടെയുള്ള ബാത്റൂം സൈസ് പറയുകയാണെങ്കിൽ 250-150 സൈസിലുള്ള നോർമലുള്ളൊരു ബാത്റൂം ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ഫോൾ സീലിങ്ങുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. രണ്ടാമത്തേത് ഇവരുടെ അച്ഛൻ്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും ഫ്ലോറിങ്ങിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മുടെ ബെഡ് കോട്ട് വരുന്നത് ക്യൂൻ സൈസാണ്. അദ്ദേഹം ഒരാൾ മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹത്തിനായിട്ട് ഒരു ക്യൂൻ സൈസ് ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ് ബോർഡ് മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ. ഇവിടെ ഒരു 2 ഡോർ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാൻ പാകത്തിനുള്ളൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. വാക്കിംഗ് വാർഡ്രോബ്, അതുപോലെ ഹാങ്കർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പത്രമൊക്കെ വായിക്കുന്ന സ്വഭാവമുണ്ട്, നല്ല സ്വഭാവം. അദ്ദേഹം ഇവിടെ ഇരുന്ന് വായിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പാറ്റിയോ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ളൊരു പാറ്റിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 14-13 സൈസിലുള്ള ബെഡ്റൂം വന്നിരിക്കുന്നു. ഇനി നമ്മൾ അപ്പുറം വെച്ച് പറഞ്ഞിരുന്നല്ലോ ഒരു കോമൺ ആയിട്ടുള്ള പ്രയർ യൂണിറ്റിന് ഓപ്പോസിറ്റ് വരുന്നത്, അതിവിടെയും കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ ഒരു ക്യൂരിയോസ് പോലെ, ഓപ്പൺ ക്യൂരിയോസ് പോലെ ചെയ്തിരിക്കുന്നു വിത്ത് സ്റ്റോറേജ്. ഇനി വരുന്നത് സ്റ്റെയർ ഏരിയയാണ് കേട്ടോ. സ്റ്റെയർ എപ്പോഴും ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് സ്റ്റെയേഴ്സ്. ഇത് ചെയ്തിരിക്കുന്നത് GIയിലാണ്. GIയുടെ സ്ട്രക്ചർ അടിച്ച് ഇമ്പോർട്ടഡ് വുഡ് കൊണ്ട്, ആ വുഡ് സൈസ് നോക്കിയാൽ കാണാൻ സാധിക്കും, 40 mm സൈസിലുള്ള ഗ്രൂ ചെയ്തിട്ടുള്ള പോളിഷ് ചെയ്തിട്ടുള്ള വുഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ വുഡ് കൊണ്ടാണ്. അതിൽ തന്നെ നമ്മൾ സ്പൈഗോട്ട്, സിംഗിൾ സൈഡ് സ്പൈഗോട്ട് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നു. ഹാൻഡ് റെയിൽസ് ഉൾപ്പെടെ ആ വുഡാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ് കൊടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വുഡ് വർക്കാണ്. ഈ സ്റ്റെയർ കേസിന് മാത്രമായിട്ട് 3.5 റുപ്പീസ്, 3,50,000 രൂപ വന്നുവെന്നാണ് എൻ്റെ അടുത്ത് അജിത്ത് പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോർണർ വെൻറ്റിലേഷൻ കണ്ടില്ലേ, കോർണർ വിൻഡോ കണ്ടില്ലേ, ഇതൊരു ഷോയ്ക്ക് ചെയ്തിരിക്കുന്നില്ല. എയർ അവിടുന്ന് വന്ന് ഇതിലെ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രോസാണ് ആക്ച്വലി ഇത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മൾബറി ലൈറ്റ്സ് പോലെ അല്ലെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ്സ് പോലെ ചെയ്തിരിക്കുന്നതാണ്. അപ്പർ ലിവിങ് വലിയ ഗംഭീര സംഭവമൊന്നുമല്ല കേട്ടോ, പോഷായിട്ടൊന്നുമല്ല. നമ്മുടെ കോർണർ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിട്ട്
നമുക്കിതാ ഫ്ലോറിങ് വന്നിരിക്കുന്ന താഴെ പോയിരിക്കുന്ന അതേ ഫ്ലോറിങ് 4x2 ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇവിടെ GI+ മറൈൻ പ്ലൈവുഡിൻ്റെ എലമെൻറ്റ് സെൻറ്റർ ടേബിളായിട്ട് റഗ് വന്നിരിക്കുന്നു. ഇവിടെ TV കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പാകത്തിനുള്ള സെറ്റപ്പിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഓപ്പൺ ലെഡ്ജസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് കയറാം. മുകളിലത്തെ ഒന്നാമത്തതും ടോട്ടലി മൂന്നാമത്തെയുമായിട്ടുള്ള ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവരുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന റൂമാണേ. ഇവിടെ ചെയ്തിരിക്കുന്നത് ക്യൂൻ സൈസ് ബെഡ് കോട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മറൈൻ പ്ലൈവുഡിൻ്റെ എലമെൻറ്റ് ഫുള്ള് കൊണ്ടുപോയിട്ട് മുകളിലെല്ലാം തന്നെ ആ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ ചെയ്തിരിക്കുന്ന കർട്ടൻസ് ആയിരുന്നു. ഇവിടെ സീബ്ര ബ്ലൈൻസ് ആണ് ആകമാനം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ സൈസാണോ എന്ന് ചോദിച്ചാൽ അല്ല, ടിപ്പിക്കൽ ബേ വിൻഡോ അല്ല. പക്ഷേ എങ്കിൽ പോലും ബേ വിൻഡോ പോലെയുള്ള ഒരു അവരുടെ കുട്ടികൾക്കനുസരിച്ച് അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ UPVC ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു സീബ്ര ബ്ലൈൻസ് ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ താഴെ കണ്ട അതേ നമ്മുടെ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ്. ഇവിടെയും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ബുക്കൊക്കെ വയ്ക്കാൻ പാകത്തിനുള്ളൊരു സംഗതി ആ ഒരു സിംഗിൾ ഡോർ വാർഡ്രോബുമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. മുകളിൽ ടോട്ടൽ 2 ബെഡ്റൂമാണുള്ളത്. ടോട്ടൽ 4 ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം സൈസ് നമ്മൾ താഴത്തെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസില്ലേ ആ സെയിം സൈസാണ് വരുന്നത്. താഴെ നമ്മൾ കണ്ട ഇവരുടെ അച്ഛൻ്റെ ബെഡ്റൂമിൻ്റെ സൈസിലുള്ള അതേ ബെഡ്റൂമാണ് ഇതും വന്നിരിക്കുന്നത്. അതേ എലമെൻറ്റ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂൻ സൈസ് ബെഡ് കോട്ട്, ഈ ഇരിക്കുന്ന വാർഡ്രോബ് വിത്ത് നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ പോലെ. ഇതും കുട്ടികളുടെ മോളാണ് കേട്ടോ, കുട്ടികളുടെ റൂമാണ്. അതുകൊണ്ട് സ്റ്റഡി ടേബിൾ. ഇവിടെ വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ 2 വാർഡ്രോബ്, ഓപ്പൺ ലെഡ്ജസുകൾ, അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ്, ഇവിടെ ബാത്റൂമും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു വെറൈറ്റി ഐറ്റമാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ടെറസിൽ മാവുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ സത്യമാണ്. ഈ കാണുന്ന മാവ് ഇതിൻ്റെ ടെറസിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. നേരെ ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടുണ്ടാവല്ലേ, ഒരിക്കലുമല്ല. ഇത് ഇവരുടെ ടെറസിൽ ചെയ്തിരിക്കുന്ന മാവാണ്. ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടെ കാണിക്കാനുള്ള സാധനം ഇതാണ്. ഇത് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വിമ്മിംഗ് പൂളായിട്ട് കൺവെർട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് നിൽക്കുന്ന നിലത്തുനിന്നല്ല, ടെറസാണെന്ന് മനസ്സിലായല്ലോ. 7 ലെയർ വാട്ടർ പ്രൂഫ് ചെയ്ത് അതിനും മുകളിൽ ജിയോ ടെക്സ്ചർ മെറ്റീരിയൽ അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് അതിനകത്തോട്ട് മണ്ണ് ഫില്ല് ചെയ്ത് അവിടെ ബഡ് മാവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവുമേ. ഉയരം വെക്കുക എന്നല്ല, പലതായിട്ട് സ്പ്രെഡാവും. അങ്ങനെ ചെയ്യാനായിട്ട് അത് അത്ര ആഗ്രഹത്തിൽ നമ്മുടെ കസ്റ്റമർ പറഞ്ഞു. അത് കൃത്യമായിട്ട് നമ്മുടെ AJV ആർക്കിടെക്ട്സ് ചെയ്തു കൊടുത്തു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ ടെറസിൽ മാവ് വളരുന്നൊരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ടെറസിൽ ഒരു ബെഡ് മാവ് ചെയ്ത് വെച്ചിരിക്കുന്നു. നാളെ ഇവർക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ ഇവർക്കിത് മാറ്റി ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റൂഫ് ഗ്ലാസ് റൂഫാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടഫൻ ഗ്ലാസ് തന്നെ ചെയ്തിരിക്കുന്നു. താഴെ നമ്മുടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് GIയുടെ എലമെൻറ്റ് തന്നെയാണ്. ഇതാണ് ഈ വീട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടെറസ് കാണാൻ സാധിക്കും. ടെറസ് വരുന്നത് പൂർണ്ണമായിട്ട് ഇവർ നമ്മുടെ 3 ലെയർ വാട്ടർ പ്രൂഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ താഴെ കണ്ട പ്രയർ യൂണിറ്റാണ്. അതുപോലെ ഇത് നമ്മൾ പ്രയർ യൂണിറ്റിൻ്റെ ബാക്കിലോട്ട് കണ്ടില്ലേ, ഞാൻ നടന്നിറങ്ങിയില്ലേ, ആ ഒരു പാറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ഇത് തന്നെയാണോ എന്ന് നമുക്കൊരു നിമിഷം തോന്നിപ്പോവും. ഇത് തന്നെയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഞാൻ പറഞ്ഞു 3430 സംതിങ്, എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാക്റ്റ് പറയുന്നില്ല, 3400 സംതിങ് സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ടെറസിൽ മാവ് വളരുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് ഒരു കസ്റ്റമറുടെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീട്. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കുന്നത് 1,50,00,000 രൂപയാണ്. അതായത് ഇതിൽ കണ്ടിരിക്കുന്ന 3430 സ്ക്വയർ ഫീറ്റാണ്, 4 BHK ആണ്. ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പം നമ്മൾ കണ്ടതെല്ലാം സഹിതമായിരിക്കുന്ന ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞത്, 1.5 റുപ്പീസ് എന്ന് പറഞ്ഞത്. 1.5 CR ആണേ. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന AJV ആർക്കിടെക്ട്സിൻ്റെ അജിത്താണ്. അതിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അജിത്തുമായിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. കസ്റ്റമർ നമ്മുടെ ഒപ്പമില്ല, അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഈ വീട് ചെയ്ത ആർക്കിടെക്റ്റ് എൻ്റെ സുഹൃത്തായ അജിത്താണ്. അതിൽ AJV ആർക്കിടെക്ട്സ്. ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിലോട്ട് നിങ്ങൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എത്തി? വളരെ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തന്നാട്ടെ. നമ്മുടെ ക്ലയൻറ്റ് കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. പുള്ളിക്കാരൻ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ളൊരു ആളാണ്. കുറച്ച് പുറത്തൊക്കെ പോയി കണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്.
പ്രിഫറൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ഇമേജസ് അവർ കാണിച്ചു, അവരുടെ ടേസ്റ്റുള്ള കുറച്ച് ഇമേജസ് ആണെങ്കിലും പുറത്തെ രീതിയിലുള്ള സിംഗപ്പൂരിലൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങൾ അവർ കാണിച്ചു. പുള്ളിക്കാരൻ ഒരു 3 കാര്യങ്ങളാണ് എന്നോട് ആവശ്യപ്പെട്ടത് മെയിനായിട്ട്. ഒന്ന്, പുള്ളിക്കാരന് അങ്ങനെ എക്സാക്ട് വേർഡ്സ് ആയിട്ട് പറയാനില്ല, കണ്ടംപററി എന്നൊരു വേർഡ് ഉപയോഗിച്ചില്ല, ബോക്സ് ടൈപ്പ് വീടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതുകൂടാതെ ഒരു നോർമൽ ടിപ്പിക്കൽ ബോക്സ് ടൈപ്പ് വീടിനോട് താല്പര്യമില്ല, പക്ഷെ മോഡേൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട് വേണം. അതായത് രണ്ടാമത്തെ കാര്യം മിനിമലിസം, അതെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിക് ആർക്കിടെക്ചർ എന്ന് പറയും, അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വീട് വേണം. പിന്നെ അദ്ദേഹം അതേപോലെ പറഞ്ഞു കോർട്ട്യാർഡുകൾ ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് വീടിന് അകത്ത് സെൻട്രൽ കോർട്ട്യാർഡ് എന്നൊരു കോൺസെപ്റ്റിനോട് താല്പര്യമില്ല. അതിന് പകരം വീടിൻ്റെ പാർട്ടായിട്ട് വീടിനോട് ചേർന്ന് വരുന്ന രീതിയിലൊരു കോർട്ട്യാർഡ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചുറ്റും കോർട്ട്യാർഡ്, അതുകൊണ്ട് ചുറ്റും കൊടുത്തു. അപ്പോൾ കുറച്ച് പുള്ളിക്കാരൻ അത് വീടിൻ്റെ പാർട്ടായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ അപ്ലൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതിനൊരു ബയോഫിലിക് ആർക്കിടെക്ചർ എന്നാണ് ചോദിക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ബയോഫിലിക് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. അപ്പം ഒരു എക്സാക്ട് ബയോഫിലിക് ആർക്കിടെക്ചർ കോപ്പി ചെയ്യുന്ന ഒരു വീടല്ല, അങ്ങനെ ഞാൻ പറയുന്ന ഒരു ഇതായിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് പറയാം, അതിൻ്റെ ഒരു മിനിമലിസത്തിൻ്റെയും കോമ്പിനേഷനാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നേച്ചറിനെ കുറച്ചും കൂടി അവർക്ക് അകത്ത് ഫീൽ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുത്തു. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ സ്ഥലത്തില്ല, അപ്പോൾ അവരോട് രണ്ടിടത്തും അവർ രണ്ടുപേരോടും എൻ്റെ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത്. താങ്ക് യു സർ. താങ്ക് യു. ഇക്കട്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് പറഞ്ഞ പോലെ ഇനിയും വരും ഇതുപോലുള്ള അടിപൊളി വീടുകൾ. നിങ്ങളുടെയൊക്കെ സ്വപ്നത്തിനനുസരിച്ച്, നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് സ്വപ്ന സമാനമായ വീടുകൾ വെക്കാനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വീടുകളും വീഡിയോകളുമായിട്ട് വീണ്ടും എത്തും. അതുവരേക്കും കാത്തിരിക്കുക. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.